ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോൻ്റെ ക്ലാസ് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ മൊഡ്യൂൾ ബേസിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോബ്ലം എന്തായാലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് വാട്ട് ഈസ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, എന്താണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. റീപേയ്മെൻറ്റ് ഓഫ് ഡിബെഞ്ചർ ആണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ അല്ലെങ്കിൽ ഡിബെഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം സോഴ്സിൽ നിന്ന് ഫണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ കടം മേടിച്ച ആൾക്കാരിൽ നിന്ന് അവർക്ക് തിരിച്ച് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നതാണ് അല്ലേ. ഡിബെഞ്ചർ എന്നുള്ളത് ഒരു കടപ്പത്രമാണ്, കടം മേടിക്കുന്നതാണ് പബ്ലിക്കിൽ നിന്ന്. അപ്പോൾ തിരിച്ചത് ഒരു പീരീഡ് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ റിഡംഷൻ്റെ സമയത്ത് ഏതൊക്കെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് അതെടുക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, ഡിബെഞ്ചർ റിഡീം ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഡ്രോയിങ് ലോട്ട്, എന്താണ് ഡ്രോയിങ് ലോട്ട്, റിഡംഷൻ ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. പിന്നെ എന്താണ് DRR, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്സ് എന്താണ്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ സിങ്കിങ് ഫണ്ട്, അപ്പോൾ ജേണൽ എൻട്രീസ് നിർബന്ധമായിട്ട് പഠിക്കുക. ജേണൽ എൻട്രീസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റും, ഇതിൻ്റെ പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബെഞ്ചറിൽ പ്രോബ്ലം എന്തായാലും ജേണൽ എൻട്രീസ് നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം പഠിക്കുക. പിന്നെ എക്സ് ഇൻട്രസ്റ്റ്, കം ഇൻട്രസ്റ്റ്, പിന്നെ ഓപ്പൺ മാർക്കറ്റ്, എന്താ പറയുക, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് ഓൺ ഡിബെഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്, പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. പിന്നെ റിഡംഷൻ ബൈ കൺവേർഷൻ, അതും പ്രോബ്ലവും തിയറിയും ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജ് ഓഫ് റിഡംഷൻ ബൈ കൺവേർഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ വാട്ട് ഈസ് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഡിബെഞ്ചർ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചറും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും, അതേപോലെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്താണ് എന്നുള്ളതും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഈ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ്, അപ്പോൾ അത് ഡിബെഞ്ചർ റിഡംഷൻ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ്, പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസ്, ബൈബാക്ക് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസ്, ഓക്കെ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻസ്, അതൊക്കെ നോക്കി പോവുക. അതേപോലെ റൈറ്റ് ഇഷ്യൂ. അപ്പോൾ മെയിനായിട്ടും 4-5 ടൈപ്പ് ഉണ്ട്. റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയർ, ബൈബാക്ക്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഷെയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസ് പഠിക്കുക. പിന്നെ വാട്ട് ആർ ദ സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അതിൻ്റെ സോഴ്സസ്, ഡിബെഞ്ചർ റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള സോഴ്സ്, അതേപോലെ തന്നെ അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ CRR എന്താണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, എന്തിനാണ് CRR ക്രിയേറ്റ് ചെയ്യുന്നത്. അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ എന്താണ്, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും. പിന്നെ ക്യാഷ് ബോണസ് എന്താണ്, വാട്ട് ബൈ ബോണസ് ഇഷ്യൂ, എന്താണ് ബോണസ് ഇഷ്യൂ. ഫ്രീ ഓഫ് കോസ്റ്റിൽ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ്. ദെൻ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. ഓക്കെ, പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, റൈറ്റ് ഇഷ്യൂ, കണ്ടീഷൻ ഫോർ റിലേറ്റിംഗ് ടു റൈറ്റ് ഇഷ്യൂ. ഓക്കെ, ദെൻ വാല്യൂ ഓഫ് റൈറ്റ്, എങ്ങനെയാണ്, ഹൗ ടു കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ബോണസ് ഷെയർ ആൻഡ് റൈറ്റ് ഷെയർ, ബോണസ് ഷെയറും റൈറ്റ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ബൈബാക്ക് ഓഫ് ഷെയർ എന്താണ്, ബൈബാക്ക് ചെയ്യുന്നതിലെ കണ്ടീഷൻസ്, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് വന്നുള്ളത് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ചിലത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മോഡ്യൂളും ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസും അതിൽ തന്നെയാണ് വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, CRR എന്താണ്, SLR എന്താണ്. ഇപ്പോൾ ഇവിടെ CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, അതിൽ SLR സ്റ്റാറ്റ്യൂട്ടറി
ലിക്വിഡിറ്റി റേഷ്യോ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്, അതും CRR തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ CRR, SLR, പിന്നെ വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം, ബാങ്കിങ്ങിലുള്ള ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഡാറ്റ എൻട്രി ആണ് സ്ലിപ്പ് സിസ്റ്റം എന്നുള്ളത്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ RBI പ്രൊഡൻഷ്യൽ അക്കൗണ്ടിങ് നോംസ്, അതിലാണ് നമ്മൾ ഇതൊക്കെ വരുന്നത്, സ്റ്റാൻഡേർഡ് അസെറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസെറ്റ്, ഡൗട്ട്ഫുൾ അസെറ്റ്, ഇതൊക്കെ അതിൽ പെട്ടത് തന്നെയാണ് NPA. അപ്പോൾ RBI പ്രൊഡൻഷ്യൽ അക്കൗണ്ടിങ് നോംസ് പഠിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയ പാർട്ടാണ് ഈ NPA, നോൺ പെർഫോമിംഗ് അസെറ്റ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ 7 ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിലൊരു പ്രോബ്ലം എന്തായാലും വരും, ബാങ്കിങ് കമ്പനീസിൻ്റെ ഷെഡ്യൂൾ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾസ് നിർബന്ധമായിട്ടും പഠിക്കുക. ഷെഡ്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത് നേരെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. പിന്നെ മോഡ്യൂൾ 3ലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സറണ്ടർ വാല്യൂ, ഡബിൾ ഇൻഷുറൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റീ ഇൻഷുറൻസ് എന്താണ്, പിന്നെ ആനുറ്റി, ഇത്രയും ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 3യിൽ നിന്ന് ഒന്ന് നോക്കി പോവാം. മൊഡ്യൂൾ 3യിൽ നിങ്ങൾ എന്തായാലും ആ പ്രോബ്ലം ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം റവന്യൂ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കി പോവുക. പിന്നെ മൊഡ്യൂൾ 4ലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ പാരൻറ്റ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനിയാണ്, 2 മാർക്കിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ NCI അഥവാ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ്, പിന്നെ കൺസോൾട്ടേഷൻ്റെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4th മൊഡ്യൂളിൽ നിന്ന് നോക്കി പോവുക. ദെൻ 5th മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് EPS, ഡൈല്യൂട്ടഡ് EPS പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രോബ്ലം എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാല്യൂ ഓഫ് റേറ്റിൻ്റെ പ്രോബ്ലം, ഓക്കെ സിമ്പിളാണ് അതൊക്കെ. അപ്പോൾ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ടത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിൽ മെയിനായിട്ടും 5th മൊഡ്യൂളിൽ EPS, ഡൈല്യൂട്ടഡ് EPS ഒക്കെയാണ് ചോദിക്കാറ്. ഓപ്പറേറ്റീവ് സെഗ്മെൻറ്റ്, പിന്നെ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്, നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന്, പിന്നെ നെക്സ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് പോളിസി എസ്റ്റിമേറ്റഡ് എറേഴ്സ്, റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ്, ഇൻ്ററിം റിപ്പോർട്ട് അല്ല ഇൻ്ററിം പീരീഡ്, ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്താണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നിങ്ങൾ നോക്കേണ്ടത് മിനിമം ഈ ബേസിക് EPS, ഡൈല്യൂട്ടഡ് EPS നോക്കുക, പിന്നെ ഓപ്പറേറ്റീവ് സെഗ്മെൻറ്റ് നോക്കുക. പിന്നെ ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, എപ്പോഴാണ് ചോദിക്കാമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതൊക്കെ അതിൽ പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കി പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രോബ്ലം തീർച്ചയായിട്ടും എക്സാമിനുണ്ടാകും. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പ്രോബ്ലം 4th മൊഡ്യൂളിലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു എസ്സേ എന്തായാലും ഉണ്ടാകും. പിന്നെ ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാവും, ചിലപ്പോൾ രണ്ടും ചോദിക്കാം. പിന്നെ കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ സിങ്കിങ് ഫണ്ട് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ജേർണൽ എൻട്രിക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിബഞ്ചറിൻ്റെയും പ്രിഫറൻസ് ഷെയറിൻ്റെയും റിഡംഷൻ ഓഫ് ഡിബഞ്ചറും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെയും ഒരു പ്രോബ്ലം ജേർണൽ എൻട്രി എഴുതാനുള്ള പ്രോബ്ലം വരാറുണ്ട്. പിന്നെ വാല്യൂ ഓഫ് റേറ്റ്, ഡൈല്യൂട്ടഡ് EPS ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കഴിഞ്ഞ വർഷങ്ങൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ഉള്ളത് ഇനി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലേ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറയുന്നു വീണ്ടും, പ്രോബ്ലം നിങ്ങൾ സെപ്പറേറ്റ് നോക്കുക. അതിന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.